ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC LSGS കോമ്പിനേഷൻ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ടൈം ടേബിൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു ടോപ്പിക്കാണ് ഒന്നിച്ച് LDCയും LSGSനും കൂടെ ഒന്നിച്ച് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സംശയം ചോദിച്ച കുറച്ച് പേർക്കൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാനും പറ്റിയിട്ടില്ല, കാരണം കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്നാലും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾക്കും കൂടെ എങ്ങനെ ഒന്നിച്ച് തയ്യാറെടുക്കണം എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയങ്ങളാണ്, പലർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്വീകരിക്കാം. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക, നിങ്ങളതിൽ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആപ്പിലോ ഒക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒന്നും അറിയാത്ത കുറച്ച് പേരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അധികം പേരും ചോദിച്ച കാര്യം LDCയും LSGSനും കൂടെ എങ്ങനെ ഒന്നിച്ച് തയ്യാറെടുക്കണം എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ മുന്നിൽ 2 പോസ്റ്റുകളാണുള്ളത്, LDCയും LSGSും. അപ്പോൾ ഈ 2 പരീക്ഷകൾക്കും കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് 4 പരീക്ഷകളാണ്. LDC ഒറ്റ പരീക്ഷയാണ്, LSGSന് ഒരു പ്രിലിംസും 2 മെയിൻ പരീക്ഷകളുമാണുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെയായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ആണ്. അതിനുശേഷം LDC ആയിരിക്കും, പിന്നെ LSGSൻ്റെ 2 പരീക്ഷകൾ. അപ്പം ഈ 3 പരീക്ഷകൾ, ആദ്യത്തെ ഡിഗ്രി പ്രിലിംസും LDC പരീക്ഷയും LSGSൻ്റെ പേപ്പർ 1 എന്ന് പറയുന്ന പരീക്ഷയുടെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ പരീക്ഷകളുടെ സിലബസിലുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി ഇതിനു മുമ്പും ഒരിക്കലോ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പഠിച്ചവരായിരിക്കും. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകട്ടെ. അപ്പോൾ അതിന് എങ്ങനെ തയ്യാറെടുക്കണം, ഏതൊക്കെ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറെക്കുറെ അറിയുന്നവരും ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ LSGSൻ്റെ പേപ്പർ 2 എന്ന് പറയുന്ന ആ ഒരു സിലബസ് നമ്മൾക്ക് ഇതുവരെ ഫെമിലിയർ അല്ല, പ്രത്യേകിച്ചും PSC ആസ്പിറൻസിനെ സംബന്ധിച്ച്. അതിൽ പറയുന്ന മിക്ക ടോപ്പിക്കുകളും UPSCക്കാരുടെ സിലബസിൽ നിന്നും കോപ്പി ചെയ്തതാണ്. ഈ ഗവേണൻസ് ആണെന്നുണ്ടെങ്കിലും അർബൻ ഗവേണൻസ് ആണെങ്കിലും ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റുകളൊക്കെ തന്നെ UPSCക്കാർക്ക് മുൻകൈ നിലനിർത്താൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. അപ്പം ട്രഡീഷണലായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സബ്ജക്റ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട്, ഈ ഒരു സിലബസിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതിൻ്റെ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് നമുക്കതിനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ ആ ഒരു സിലബസിനെ കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഫസ്റ്റുള്ള ഒരു 4-4.5 മാസം കൊണ്ട് സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പുതിയ പേപ്പർ 2 എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലുള്ള സബ്ജക്റ്റുകളെല്ലാം ഓരോരോ ടോപ്പിക്കുകളായിട്ട് കുറച്ചായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാനേ നിലവിൽ നമുക്കിപ്പോൾ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള 3 പരീക്ഷകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. UPSCക്കാർക്ക് മുൻകൈ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പേപ്പർ 2 മാത്രം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ബാക്കിയുള്ള 3 പരീക്ഷകളും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസും ഡിഗ്രി മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറും അതുപോലെ തന്നെ LDCയും ആണ് കേട്ടോ. പിന്നെ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ LDCയുടെ സിലബസ് മാത്രം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. പിന്നെ ഡിഗ്രി ഉള്ളവർ ഈ ഒരു പരീക്ഷ UPSCക്കാർക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് കൈകെട്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നതും ഡിഗ്രി പ്രിലിംസ് ആണെന്നുണ്ടെങ്കിലും UPSCക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. പ്രധാനമായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ടോപ്പിക്കുകളെല്ലാം UPSCക്കാർക്ക് യാതൊരു അഡ്വാൻറ്റേജും ഇല്ലാത്ത ഏരിയാസാണ്. സോ PSC ആസ്പിറൻസിനായിരിക്കും ഈ ഏരിയാസിലെല്ലാം അഡ്വാൻറ്റേജ് കാണിക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് PSC ആൻഡ് UPSC കോമ്പിനേഷൻ എക്സാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നമുക്കിനി ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിലബസ് അനാലിസിസ് ആണ്. നിങ്ങൾ ഓൾറെഡി എല്ലാവരും സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. അപ്പം നമുക്ക് സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഹിസ്റ്ററിയാണ്. ഈ ഡിഗ്രി പ്രിലിംസ് ആണെന്നുണ്ടെങ്കിലും LDCയുടെ സിലബസ് ആണെന്നുണ്ടെങ്കിലും LSGSൻ്റെ പേപ്പർ 1 കോമൺ ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം നോക്കി പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഹിസ്റ്ററി ഇതിൽ 3 വരുന്നൊരു ടോപ്പിക്കാണ്. മാർക്ക് വെയിറ്റേജ് കൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഡിഗ്രി പ്രിലിംസിന് ഇതിന് 10 മാർക്കുണ്ട്, ഡിഗ്രി മെയിൻസിന് 10 മാർക്കുണ്ട്, LDCക്ക് 5 മാർക്കാണുള്ളത്. ഓക്കെ, അപ്പം ഇതിലെ സിലബസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ മാത്രം എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി മെയിൻസിലാണെന്നുണ്ടെങ്കിലും LDCയുടെ മെയിൻസിലാണെന്നുണ്ടെങ്കിലും മിഡീവിയൽ ഇന്ത്യ വരുന്നില്ല. അപ്പോൾ മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. സുൽത്താനേറ്റ് മുതൽ മുഗളഞ്ച് വരെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. എന്നാലും ചോദിക്കാൻ പോകുന്ന ചോദ്യം ചിലപ്പോൾ ഒന്നും ഇല്ലാതെയും വരാം.
അതുകൊണ്ട് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ മിഡീവൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒഴിവാക്കാവുന്നതാണ്. എല്ലാം പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കിയാൽ മതി. ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് ഹിസ്റ്ററി നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല. കാരണം പ്രിലിംസിലാണെന്നുണ്ടെങ്കിലും മെയിൻസിലാണെന്നുണ്ടെങ്കിലും ഇനി പേപ്പർ 2-ലാണെന്നുണ്ടെങ്കിലും കുറച്ച് പാർട്സ് എല്ലാം ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കുകളൊന്നും പിന്നെ വേറെ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ജോഗ്രഫിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് പ്രിലിംസിന് വരുന്നത്. മെയിൻസിന് 10 മാർക്ക്, LDCക്ക് 5 മാർക്ക്. അപ്പോൾ ജോഗ്രഫി ഡിഗ്രി മെയിൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ 3 സിലബസിലുള്ള ജോഗ്രഫി പാർട്ടിൽ യാതൊരു മാറ്റവും ഇല്ല. സോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നോക്കാം. അപ്പം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എക്കണോമിക്സ് ആണ്. ഡിഗ്രി പ്രിലിംസിന് 5 മാർക്കാണ്, LDCക്ക് 5 മാർക്കാണ്. പക്ഷേ ഡിഗ്രി മെയിൻസിന് 15 മാർക്കിന് എക്കണോമിക്സ് ചോദിക്കും. പക്ഷേ അത് പേപ്പർ 2-ലാണ്. ഈ 3 സിലബസുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിലുള്ള മിക്ക സബ്ജക്റ്റുകളും നമുക്ക് LDCക്കും അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ പേപ്പർ 2-നും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതേപോലെ മറ്റൊരു തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയാം. അത് ഡിഗ്രി പ്രിലിംസിന് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഡിഗ്രി മെയിൻസിൽ 2 പേപ്പേഴ്സിലും 15 വീതം മാർക്കിന് ചോദിക്കുന്നുണ്ട്. LDCക്ക് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി നമുക്ക് അരിച്ചു പെറുക്കി പഠിക്കാതെ യാതൊരു നിവൃത്തിയില്ല. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പൊളിറ്റിയെല്ലാം നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രമല്ല NCERT നമുക്ക് നോക്കേണ്ടി വരും. പിന്നെ LDCക്ക് മാത്രം നോക്കുന്നവർ NCERT നോക്കണം എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നോക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നടക്കുന്ന പല പരീക്ഷകളിലും LDC ഒരു 10th ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ പോലും NCERT എന്നുള്ള പല ചോദ്യങ്ങളും നമുക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവലുള്ള കാൻഡിഡേറ്റ്സിനോടാണ്. സോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും NCERTയും കൂടെ നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 പരീക്ഷകൾക്ക് ഒന്നിച്ച് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് LSGSൻ്റെ പേപ്പർ 1-ലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസാണ്. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കി 2 എക്സാമുകൾക്കും അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ ഈ ബയോളജി കൊടുത്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി മെയിൻസിലാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ ബയോളജി ചോദിക്കുന്നുണ്ട്. LDCയിൽ 6 മാർക്കിൻ്റെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി മാർക്ക് വെയിറ്റേജ് ഒക്കെ നല്ല കൂടുതലാണ്. അപ്പോൾ ബയോളജി നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക. NCERT നോക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ബയോളജിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ എൻട്രൻസ് ലെവലുള്ളതായിരുന്നു. സോ NCERT നോക്കാതെ വേറൊരു നിവൃത്തിയില്ല. അതുപോലെ മറ്റു 2 സബ്ജക്റ്റുകളാണ്. കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും ഫിസിക്സ് ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസിൽ ഇത് കൊടുത്തിട്ടില്ല. ഡിഗ്രി മെയിൻസിലാണെന്നുണ്ടെങ്കിലും LDCയിലാണെന്നുണ്ടെങ്കിലും ഇത് വരുന്നുണ്ട്. LDCയിൽ ഈ 2 സബ്ജക്റ്റുകൾക്ക് 3 മാർക്ക് വീതമാണ്. പക്ഷേ ഡിഗ്രി മെയിൻസിൽ 5 മാർക്ക് വീതമാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ NCERTക്ക് വരുന്നുണ്ട്. ഡിഗ്രി മെയിൻസിലാണ് കൂടുതൽ വെയിറ്റേജ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ LDC മാത്രം നോക്കുന്നവർ SCERT മാത്രം നോക്കിയാലും മതി. പക്ഷേ ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് ഒക്കെ എഴുതുന്നവർ NCERTയും കൂടെ നോക്കുക. ബയോളജി ഉറപ്പായിട്ട് നോക്കുക. കെമിസ്ട്രിയും ഫിസിക്സും നോക്കിയിട്ടില്ലെങ്കിലും ബയോളജിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റു 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സിവിക്സും കേരള ഗവേണൻസും ഇമ്പോർട്ടൻറ്റ് ആക്ട്സും ആണ്. ഡിഗ്രി മെയിൻസിൻ്റെ സിലബസിൽ ഇത് വരുന്നില്ല. പക്ഷേ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിലാണെന്നുണ്ടെങ്കിലും LDCയുടെ സിലബസിലാണെന്നുണ്ടെങ്കിലും ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും LDCക്കാർക്ക് ഈ ഒരു സബ്ജക്റ്റ് റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ അതുപോലെ തന്നെ സിവിക്സ് ആണെന്നുണ്ടെങ്കിലും കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഇതെല്ലാം പല ഏരിയാസായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്സൊക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ 3 സബ്ജക്റ്റിലുള്ള ടോപ്പിക്കുകൾ തമ്മിൽ പല ഏരിയാസിലും ഓവർലാപ്പിംഗ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ഒന്നിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഗ്രി പ്രിലിംസിന് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. LDCക്ക് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. കുറച്ച് ക്രൂഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ പഠിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എവിടെയും എത്തില്ല, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയും ചെയ്യില്ല. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് IT ആണ്. ഡിഗ്രി പ്രിലിംസിന് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. LDCക്ക് 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കാതെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പഠിക്കുക. അതുപോലെ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഗവേണൻസും ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ LSGSൻ്റെ സെക്കൻഡ് പേപ്പറിനും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ LSGSൻ്റെ എല്ലാ സെക്കൻഡ് പേപ്പർ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അവസാനം ഒരു 2-3 മാസം മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് റിവിഷനും
ചെയ്യേണ്ടി വരും. അത് പഠിക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ പഠിച്ച് കവർ ചെയ്ത് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക. അതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് തന്നെ അതിന് പറയണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കറണ്ട് അഫെയർസ്. ഈ 4 സബ്ജക്റ്റുകളിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാണാവുന്നതാണ്. ഡിഗ്രി പ്രിലിംസിന് 20 മാർക്കാണ് ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടെ വരുന്നത്. ബാക്കി എല്ലാ പരീക്ഷകൾക്കും 10 മാർക്ക് വീതമാണ് ബാക്കിയുള്ള ഏരിയാസിലൊക്കെ വരുന്നത്. അതുപോലെ കറണ്ട് അഫെയർസ് ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി മെയിൻസിന് 15 മാർക്കിന് വരുന്നുണ്ട്, LDCക്ക് 20 മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂജ് മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സ്റ്റഡി റൂട്ടീനിൽ ഉൾപ്പെടുത്തുക. ഡെയിലി ഇത് കുറച്ചായിട്ട് കവർ ചെയ്ത് പോയാൽ മാത്രമേ അവസാനം ആകുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് വലിയൊരു ബേർഡനായിട്ട് മാറാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ മാത്രം വരുന്ന ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഡിഗ്രി മെയിൻസിനാണെന്നുണ്ടെങ്കിലും LDCക്കാണെന്നുണ്ടെങ്കിലും ഇത് വരുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. എല്ലാം പഠിച്ചു വേണ്ട സമയമുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. സിലബസിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ഏതൊക്കെ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു 4 മാസം 4-4.5 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു ടൈം ടേബിളും കൂടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ടേബിൾ അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എങ്കിൽ പോലും കുറേ പേര് എൻ്റെ അടുത്ത് ടൈം ടേബിൾ ചോദിച്ച കാരണം കൊണ്ട് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസിൽ വേറൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ടൈം ടേബിളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള GK പോർഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന 4 സബ്ജക്റ്റുകളും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സ്റ്റഡി റൂട്ടീനിൽ ഉൾപ്പെടുത്തുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ മാസവും പഠിച്ച് തീർക്കേണ്ട സബ്ജക്റ്റുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡെമോ ആണ്. ഇത് അതേപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറ്റാം. പിന്നെ നിങ്ങൾ ഡെയിലി ഒരു വീക്കിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ വീക്കിലി റിവിഷൻ വരുന്ന ദിവസം നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു 4-4.5 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 മാസം കൊണ്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ബാക്കിയുള്ള 2-3 മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ മാത്രം ചെയ്യുക. ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നിങ്ങളുടെ തലയിൽ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. മോക്ക് ടെക്സ്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ആ 3-4 മാസത്തിൻ്റെ ഇടയിലാണ് നിങ്ങൾ പേപ്പർ 2ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതും. അപ്പോൾ ഇനി നമുക്ക് ടൈം ടേബിളിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ജാനുവരി മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, ബയോളജി. മാർക്ക് വെയിറ്റേജ് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സബ്ജക്റ്റുകളാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ആവേശം കുറച്ച് കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ 3 സബ്ജക്റ്റുകൾ തരുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്. ഈ 4 സബ്ജക്റ്റുകളും ഏറെക്കുറെ സാമാന്യത പുലർത്തുന്ന ഏരിയാസാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പഠിച്ചു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അപ്പുറത്തും പോയിട്ട് പഠിക്കേണ്ടി വരിക. അത് കാരണം കൊണ്ട് കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്കിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് മാർച്ചിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയുടെ കൂട്ടത്തിൽ കമ്പ്യൂട്ടർ പഠിക്കുക, ഗവേണൻസ് പഠിക്കുക, അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ നിന്നും സെലക്റ്റഡ് ഏരിയാസ് പഠിക്കുക. അതുപോലെ നെക്സ്റ്റ് ഏപ്രിൽ മന്തിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ആൻഡ് ടെക്നോളജി 3 സബ്ജക്റ്റുകളും ഏകദേശം ഒരുപോലെയൊക്കെ വരുന്നത് കാരണം കൊണ്ട് അത് പഠിക്കുക. പിന്നെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡെയിലി ഓർ വീക്ക്ലി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിക്കുക. ഇങ്ങനെ പഠിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെൻഡിങ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മെയിലെ ഒരു 2 വീക്ക് നിങ്ങൾ പെൻഡിങ് തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതൊരു ലോങ് ടേം പ്ലാനാണ്. അത് കാരണം കൊണ്ട് തന്നെ തുടക്കത്തിലുള്ള ആവേശം ഒരിക്കലും അവസാനം വരെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ ഈ സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിങ് തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നവർ 4 സബ്ജക്റ്റൊന്നും ഓരോ ടോപ്പിക്കുകളായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരു മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീക്ക്ലി അത് റിവിഷൻ കൂടെ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു 4 മാസം 4-4.5 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാക്കി നിങ്ങൾക്ക് റിവിഷനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
പിന്നെ ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എനിക്കിത് വർക്കായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് വർക്കാവുന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് പറയാം. പിന്നെ സമയം കുറവായിരിക്കുന്നത് കാരണം കൊണ്ടാണ് ഇത്രയും ഒരുപാട് ടോപ്പിക്കുകൾ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കേണ്ടി വരുന്നത്. സമയം വളരെ കുറവാണ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ കളിച്ച് നടന്നിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല, ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനും പറ്റില്ല. സോ ഇന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓർക്കുക, നമ്മൾ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഓരോ വലിയ വലിയ അവസരങ്ങളാണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.